ലോക്ക്ഡൌൺ പാസിലോട്ട് പോകാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റോഡ് ഫുള്ള് ബ്ലോക്ക്. നമ്മളിപ്പോഴീ കാണുന്ന റോഡെല്ലാം ആർമിയുടെ കീഴിൽ വരുന്ന റോഡും പിന്നെ ഈ ഫുൾ ഡ്രസ്സും കിട്ടും. തോടത്തോറ മലുവേനാ മലയാളം കുറച്ച് നിങ്ങൾ മലയാളമൊക്കെ പഠിക്കണ്ടേ? നിങ്ങൾ ചാനലെടുത്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ധന്യവാദ് ഭയ്യ. ഹായ് ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മണാലിയിലാണ്. ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഞ്ഞുമലയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ലോക്ക്ഡൌൺ പാസിലോട്ട് പോകാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റോഡ് ഫുള്ള് ബ്ലോക്കാണ്. അവിടെ സീസൺ എന്ന് പറയുന്നത് മെയ്യിലാണ് സീസൺ തുടങ്ങുന്നത്. ഇതിപ്പോൾ മാർച്ചാണ്. മാർച്ച് ആയതുകൊണ്ട് തന്നെ അവിടെ മുഴുവനും മഞ്ഞ് മൂടി കിടക്കുകയാണ്. പിന്നെ ഇന്ന് വേറൊരു പ്രത്യേകത കുറവുണ്ട്. ഇവിടെ ഇപ്പോൾ -2 നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ നമ്മുടെ ഇന്നലെ ഉണ്ടായിരുന്ന ഭയ്യ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഡ്രൈവർ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വണ്ടി വേറെയാണ് കേട്ടോ. ഇന്നലെ കൊണ്ടുവന്ന വണ്ടിയല്ല. ഞാൻ പുറത്തിറങ്ങിയിട്ട് വണ്ടി ഏതാണെന്ന് കാണിച്ചു തരാം. ടാറ്റയുടെ ഒരു വണ്ടിയാണ്. വണ്ടി വേറെ ഒന്നുമില്ല, നമ്മുടെ ടാറ്റ സുമയാണ്. सबसे बेस्ट गाड़ी है भैया। टाटा सुमो अभी बंद हो गई ना, नहीं तो पहाड़ों के लिए टाटा सुमो से बराबर गाड़ी ले लद्दाख के लिए कोई चलता नहीं था पहले। यहाँ से ले लद्दाख टाटा सुमो ही जाती थी ज़्यादा। ओके भैया, ये गाड़ी बहुत ले लद्दाख गई है. ഇന്നലെ നമ്മൾ ഈ കുളുവിലൊക്കെ പോയതുകൊണ്ടാണ് ചെറിയൊരു വാൻ പോലത്തെ വണ്ടി എടുത്തത്. പക്ഷെ ഇന്ന് നമ്മൾ പോകുന്നത് ഹൈ റേഞ്ചിലോട്ടാണ്. നല്ല ഫുൾ മഞ്ഞുള്ള സ്ഥലത്താണ്. നമ്മളിങ്ങനെ ഓതുമ്പോൾ തന്നെ നമുക്കിങ്ങനെ പുക പോകുന്നത് കാണാൻ ചേട്ടാ. ഇന്നിവിടെ -2 നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മണാലിയിൽ. ഇന്ന് ആദ്യം പോകുന്നത് സൊലാങ് വാലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടാണ്, സ്നോ പോയിന്റ് ആണ്. മഞ്ഞൊക്കെ വിടുന്നത് കാണാൻ പറ്റുവേ. ഭയ്യ ബ്ലോക്ക് റോഡ് മേ ബ്ലോക്ക് നെയ്യാ. ഓക്കെ റോഡ് ബ്ലോക്ക് ഉണ്ടാവുമെന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ഇരുന്ന സമയത്ത് ഭയ്യ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ പറയാൻ പറ്റില്ല ബ്ലോക്ക് കാണുമെന്ന്. പിന്നെ പുറത്ത് നല്ല മഴ ഉണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നല്ല മഴ ഉണ്ട്. എടാ ഇതിനെ ഇന്നെങ്ങനെ ഉണ്ടാ തണുപ്പ്? ഇന്ന് കുറച്ചുകൂടെ തണുപ്പില്ലേ? ഇന്ന് -2 നമ്മളത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് മണാലി മാൾ റോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇത് മുഴുവനായിട്ട് മാർക്കറ്റ് ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ദിവസം ഇറങ്ങാം. മിക്കവാറും ഇന്നല്ലെങ്കിൽ നാളെ തന്നെ നമ്മൾ ഇങ്ങോട്ട് ഈ മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. कितने किलोमीटर है? 15 किलोमीटर. 15 എന്ന് പറയുമ്പോൾ 12 കിലോമീറ്റർ അല്ലേ? 12 കിലോമീറ്റേഴ്സ്. 15 है वैसे. അതാണ് 12 आता है ना, लेकिन ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിലേ കുറച്ചുകൂടെ മഞ്ഞുള്ള സ്ഥലമില്ലേ, അപ്പോൾ അതിൻ്റെതായ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതിവിടെ റെൻറ്റിന് കിട്ടും. ഇന്നലെ ഭയ്യ പറഞ്ഞ് 250 രൂപയ്ക്ക് കിട്ടുമെന്നാണ്. ഇന്ന് അറിഞ്ഞൂടാ, അവിടെ പോയി നോക്കുമ്പോഴേ അറിയാവുള്ളൂ കറക്റ്റ് വിലയും കാര്യങ്ങളൊക്കെ. ഇവിടെ കഴിഞ്ഞ വർഷം ഫ്ലഡ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫ്ലഡിൽ പാലം തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പാലമല്ല, ഇവിടുത്തെ റോഡ്. അപ്പോൾ അവർ ഇവിടെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. കോൺക്രീറ്റ് മതിലുണ്ടാക്കാനുള്ള. അതേപോലെ തന്നെ റോഡും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. भाई ये आर्मी का अंडर आ रहे हैं ഈ റോഡ്. നമ്മളിപ്പോഴീ കാണുന്ന റോഡെല്ലാം ആർമിയുടെ കീഴിൽ വരുന്ന റോഡാണ്. അപ്പോൾ നമ്മൾ മഞ്ഞുമലയിലോട്ടല്ലേ പോകുന്നത്. അപ്പോൾ അതിന് ഇവിടുത്തെ ഡ്രസ്സ് ഇടേണ്ടതായിട്ടുണ്ട്. ഇവർ ഇവിടെ നിന്ന് വാടകയ്ക്ക് കിട്ടുന്നതാണിത്. ഇത് 250 രൂപയാണ്. ഷൂവും കിട്ടും, പിന്നെ ഈ ഫുൾ ഡ്രസ്സും കിട്ടും. പിന്നെ സോക്സ് നമ്മളിവിടെ നിന്ന് പ്രത്യേകം വാങ്ങിക്കണം. അത് ഞാൻ കാണിച്ചു തരാം. അകത്ത് വേറൊരു സോക്സ് ഇട്ടിട്ടുണ്ട്. അതിന് 100 രൂപയാവും. അപ്പോൾ നമ്മൾ വാങ്ങിച്ച കട ബാക്കിലുണ്ട്. ഞാൻ കട കാണിച്ചു തരാം. കുഴപ്പമില്ല കേട്ടോ, 250 രൂപയ്ക്ക് അത്യാവശ്യം കൊള്ളാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല കാശാവും. അതിനെക്കാട്ടിയിട്ടൊന്ന് വാടകയ്ക്ക് എടുത്തിട്ട് പോകണമായിരിക്കും നല്ലത്. ഇതാണ്ട ഇവിടെ നിന്നാണ് നമ്മൾ വാടകയ്ക്ക് എടുത്തത്. ഈ കടയിൽ നിന്ന്. കടയുടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല, എല്ലാവരും എനിക്ക് പേര് കാണിച്ചു തരായിരുന്നു. ഇവിടെ ഒരുപാട് തുണി ഇങ്ങനെ അടുക്കിയിട്ടിട്ടുണ്ട്. എല്ലാം സ്നോക്ക് ഉപയോഗിക്കുന്നതാണ്. ദീദി ഹായ് പോലോ. ഈ ചേച്ചിയാണ് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു തന്നത്. മലയാളം കുറച്ച് അറിയാം ഈ ചേച്ചിക്ക്. തോടത്തോറ മലുവേനാ മലയാളം കുറച്ച്. അപ്പോൾ ഇവിടെ എല്ലാ തുണിയും ഉണ്ട് കേട്ടോ. കൊച്ചു പിള്ളേർക്കുള്ളത്, വലിയ ആൾക്കാർക്കുള്ളത്. ഇതാണ് നമ്മൾ എടുത്ത ഷൂ. ഇതാ കാണുന്നില്ലേ സോക്സ്. ഈ സോക്സ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം കേട്ടോ. ഇത് 100 രൂപയാണ് ഈ സോക്സിൻ്റെ വില. പിന്നെ 250 രൂപ ഡ്രസ്സിന്. അപ്പോൾ
നമ്മൾ 4 ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 1000 രൂപ. ഇതിനാണെങ്കിൽ ഈ കളർ ഇഷ്ടപ്പെട്ടിട്ടില്ല. മതിയാ അത്? നീന് വേറെ വേണമെന്ന് പറഞ്ഞു കളർഫുള്ളായിട്ട്. ഓക്കെ ദീദി ബൈ. അപ്പോൾ പൈസ. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് എന്തൊക്കെ മുകളിൽ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഹിന്ദിയിലാണ് പറയണത് കേട്ടാ. ब्लॉगर है। ब्लॉगर है। यहाँ सुनो। हाँ एक्टिविटी रहता है, सुनो भैया। हिंदी आता ना सबको? हिंदी थोड़ा थोड़ा आता है. ओके ദൈവമേ നമ്മുടെ ഹിന്ദി മുൻഷി എവിടെ അതോ ഇരിക്കുന്നകത്ത് അവളെ വിളിച്ചിറക്കി ഇങ്ങോട്ട്. इंग्लिश बोलो। മിക്കി ഇംഗ്ലീഷ് മേ പോലോ. ഇംഗ്ലീഷ് ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞു തരാം കേട്ടോ. ओके okay, dress payment, 4 dresses. 4 dresses. Okay, apart from this we have some activity. Okay which are provided from here, all under tourism. First of all we have ski. Okay, our guide is skiing. Our guide is weekly. Okay, you can do yourself also. That's why that activity is unlimited. Okay, second one tube slide. Okay, third one zip line. Okay, it's a longest zip line of Manali. Okay, 900 meter. Okay, 3 activity combo pack. Little bit expensive for a couples. Okay, understand? Couples. Yeah, it will be 6,000 package for couples, but you are 4 members. You have a benefit of that. Okay, we make it 1,600 per person, 1,600 per person. 3 activity and rest you brought from here. That one is also including that. Okay, totally 1,600 per person. Per person. Yeah, it means 6,400 4 members. Okay. അപ്പോൾ ഒരാൾക്ക് 3 1600 activity രൂപ. and rest include. നമ്മൾ ഇവരെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന പാക്കേജ് കട്ട നഷ്ടമാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് തുണി 250 രൂപയ്ക്കാണ് ഇവർ നമുക്ക് വാടകയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 200 രൂപയ്ക്ക് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുമല്ലാതെ നമ്മൾ ഇവരെ നിന്ന് തന്നെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 200 രൂപയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഡ്രൈവർ ഇതിൽ കമ്മീഷൻ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് 50 രൂപ എക്സ്ട്രാ ഇവർ നമ്മളെ നിന്ന് വാങ്ങിക്കുന്നത്. പിന്നെ അടുത്ത് നമുക്ക് ആക്ടിവിറ്റീസിന് എല്ലാം കൂടെ 1350 രൂപയാണ് ഇവർ നമ്മളെ നിന്ന് വാങ്ങിച്ചത്. ഒന്ന് മറ്റേ ട്യൂബ് സ്ലൈഡിങ്ങും പിന്നെ നമ്മളെ സ്കൈയിങ്ങും പിന്നെ സിബ് ലൈനും. ഈ 3 ആക്ടിവിറ്റീസിന് 1600 രൂപയാണ് ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ മറ്റേ ട്യൂബ് സ്ലൈഡിങ് വേണ്ട, അതിന് വരെ യാക്ക് റൈഡ് മതിയെന്ന് പറഞ്ഞപ്പോൾ ഇവർ നമ്മുടെ അടുത്ത് 1800 രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് ബാർഗെയിൻ ചെയ്ത് കുറച്ചിട്ടുണ്ട്. 1600 രൂപയ്ക്ക് എങ്ങാണ്ടോ നമുക്ക് അത് കിട്ടി യാക്ക് റൈഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് ശേഷം നമ്മൾ അവിടെ പോകില്ലേ, ഡയറക്റ്റ് നമ്മൾ മഞ്ഞുമലയിൽ പോകുമ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഈ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. എങ്കിൽ എല്ലാം കൂടെ ഒരു 800 രൂപയിലോ 700 രൂപയിലോ ഒരാൾക്ക് നിൽക്കുമായിരുന്നു. 700 രൂപയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ 200 രൂപ ഡ്രസ്സ്. അപ്പോൾ എത്രയായി? 700 + 200 900 രൂപ ആയതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ മണാലിയിൽ പോകുന്നതെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ പോലത്തെ പണി കിട്ടും. Can you include this one in this yak ride? Okay, you want to skip this one? Yeah, skip this, but this one yak ride. Okay, ski tube and yak ride. Yeah. Okay. This tube and yak ride. Okay, make it 1800 rupees per person because that one little bit costly, na? That one little bit costly, na? So we give you 2 activities: ski tube, ski, zip line, and yak ride. Okay, 1800 1800 per head. മൗണ്ട് ഓട്ടിക്കണം, ബൈക്ക് ഓട്ടിക്കണമെന്ന് ഇഷ്ടമല്ലേ? Bike is not good. He didn't give you 2 drive. 2 members at the same time and driver is with you. He will drive, na? You just sit back side. Okay. It's a national animal of അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റായി കാശും കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ 1600 രൂപയായിട്ടുണ്ട്. ഒരാൾക്ക് 1600 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ പാക്കേജ് എടുത്തിട്ടുണ്ട്. ഒന്ന് സിബ് ലൈൻ എടുത്തിട്ടുണ്ട്, പിന്നെ യാക്ക് റൈഡ്, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ എനിക്ക് സ്കൈ. ഇത്രയും പാക്കേജ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് 1600 രൂപ തുണി ഉൾപ്പെടെ. പിന്നെ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി അവിടെ പോകില്ലേ, അവിടെ പോകുമ്പോൾ ഒരു ഗൈഡും കൂടെ ഉണ്ട്. അപ്പോൾ ഗൈഡ് ഉൾപ്പെടെയാണ് ഈ കാശ്. പക്ഷേ നമ്മളവിടെ പോയതിനു ശേഷം ബാക്കി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഗൈഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ ഇത്തിരി നേരത്തെ പോകണം, അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് ജാം ഉണ്ടാവും. ബ്ലോക്കിൽ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരുപാട് ഷോപ്പുണ്ട്. ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് ഈ വാടകയ്ക്ക് കൊടുക്കുന്നതും പിന്നെ ഈ നമ്മളെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നില്ല, അതിൻ്റെ ഷോപ്പാണ് അടുപ്പിച്ചടുപ്പിച്ചുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളെ നേരെ ബാക്കിലായിട്ട് തന്നെ മഞ്ഞുമല ഉണ്ട്. ഇനി എനിക്ക് വേണം കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ മഞ്ഞുമല എത്തും. മഞ്ഞുമല എത്തിയതിന് ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ വരുമ്പോൾ നിങ്ങൾ തന്നെ കണ്ണാടി നല്ല
ബ്രാൻഡഡ് കണ്ണാടി കൊണ്ടുവരാൻ നോക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ലോക്കൽ കണ്ണാടിയൊക്കെയാണ് കിട്ടുന്നത്. അത് ചിലപ്പോൾ കണ്ണിന് സേഫ് ആയിരിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞിൽ സൂര്യപ്രകാശം അടിച്ചിട്ട് റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണാടി വെച്ചില്ലെങ്കിൽ കണ്ണിന് കേടാണ് അത്. നമ്മളെല്ലാം വീട്ടിൽ നിന്ന് തന്നെ കണ്ണാടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇവർ കണ്ണാടി വിൽക്കുന്നുണ്ട്. അത് സംഭവം തീരെ ലോക്കൽ കണ്ണാടിയാണ് കേട്ടോ. നമ്മളെ എന്ന് പറഞ്ഞാൽ UV ലൈറ്റിലേ വരണത്. അപ്പോൾ ലോക്കൽ സാധനമാകുമ്പോഴേ ഇവർ വെറും മറ്റേ ഫിലിം മാത്രമേ ഒട്ടിക്കൂ. UV കട്ടൊന്നും കാണില്ല. അത് ഭയങ്കര പ്രശ്നമാവുകയും ചെയ്യും. അതാണ്ട് ഇവിടെ കുറേ പേര് കണ്ണാടി വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരൻ കണ്ണാടി വെച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ കൈ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട് കേട്ടോ കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ആള് ഇവരെല്ലാം കണ്ണാടി വിൽക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. മാക്സിമം നല്ലത് കണ്ണാടി കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. അല്ലെ നിന്റെ എത്ര കണ്ണാടി ഉണ്ടാ ടോട്ടലായിട്ട്? എടാ കള്ള എത്ര എണ്ണം ഉണ്ടാ? സത്യം പറ എടാ. ഇതിനെ നീ പറയടാ. എൻ്റെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം തോന്നില്ലേ? അതാണ് അവൻ്റെ നിലവിൽ 3 കണ്ണാടിയുണ്ട്. ഇനി എത്ര കണ്ണാടി ഉണ്ടെന്ന് നമുക്ക് ഒരു പിടിയില്ല കേട്ടോ. അതാണ്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് മഞ്ഞൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. താഴെയൊക്കെ മഞ്ഞ് പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിപ്പ് ലൈനിൽ കയറുന്ന ആ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബാക്ക് സൈഡിലായിട്ടാണ്. ഇത് ഏറ്റവും ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ എന്നാണ് പറഞ്ഞത്. സിപ്പ് ലൈനിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് ആദ്യം ഇവരുടേതൊരു സേഫ്റ്റി ബെൽറ്റ് ഉണ്ട്. അത് നമുക്ക് ഇട്ട് തരും. അളേ ഓടി വാടാ. ഓ വാടാ ഒരുമിച്ച്. मेरा पास ये है अरे दिन डे ഓടി ये दोनों है. അപ്പോൾ ഞാനും രാഹുലും കൂടെയാണ് സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. പയ്യെ എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ഞാനും രാഹുലും കൂടെ പോവുകയാണ്. അടിപൊളിയാട്ടോ. ഒരു രക്ഷയില്ല. പേടിക്കാതിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് മുഴുവനും എവരുടെ വീട്ടിൽ എടുക്കണമെങ്കിൽ 500 രൂപയാണ് ഒരു ചാർജ് ചെയ്യുന്നത്. നമ്മുടെ ഫോണിലാണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാം. കഴിഞ്ഞാ സ്റ്റാൻഡപ്പാ അണ്ണാ ഒന്ന് സഹായിക്കണ്ട. ഇനി അങ്ങോട്ട് തിരിച്ച് ഓ തിരിച്ച് നമ്മൾ സിപ്പ് ലൈൻ വഴി തന്നെയാ പോണേ. ഓ റിട്ടേൺ സിപ്പ് ലൈൻ മേ ജായേഗാ. ഓക്കെ ഭയ്യ. ഓക്കെ താങ്ക് യു. അണ്ണാ നിങ്ങൾ മലയാളമൊക്കെ പഠിക്കണ്ടേ? നിങ്ങൾ ഇങ്ങനെ നടന്നത് എങ്ങനെ? ഇവിടെ ഇത്രയും ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ പറഞ്ഞതല്ലേ? പോടാ അങ്ങോട്ട്. എടാ അളിയാ പോ. സംഭവം നമ്മൾ കാണുന്നത് പോലെ നമ്മളെ കൂടെ ഉള്ള ആൾക്കാർ വീട്ടിൽ ഇരുന്നെങ്കിൽ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ? അതുകൊണ്ടാണ് ബ്ലോഗായിട്ട് എടുക്കണേ. പോടാ. ഇനി നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. മുകളിൽ കയറിയിട്ട് തിരിച്ച് ഇതേപോലെ അങ്ങോട്ട് പോകും. പിന്നെ നമ്മളെ താഴെയായിട്ട് മുഴുവനും മഞ്ഞാണ്. ഒരു രക്ഷയില്ല കേട്ടോ മഞ്ഞ്. അയ്യോ ഇതിപ്പോൾ കുറേ മുകളിലോട്ട് കയറണല്ലോ എടേ. എടാ ഞാൻ വ്ളോഗ് ചെയ്യില്ലേ? അത് എനിക്ക് റീലാക്കാം. കൈസേ ഭയ്യ അച്ഛേ എന്താടാ? യു ആർ ഫ്രം കേരള? മലയാളം അറിയാമോ? യു ആർ ഫ്രം രാജസ്ഥാൻ? यूट्यूब चल रहा है? हाँ यूट्यूब चल रहा है. कौन सा चैनल है? क्या नाम है? हाँ केरला डोंगली है. हाउ मच सब्सक्राइबर? ओ थोड़ा सब्सक्राइबर भैया. हम कर लेंगे थोड़ा तो. चलो സംഭവം നമ്മളിങ്ങനെ ഇരുന്നാൽ മാത്രം മതി. ഇങ്ങനെ ഇരുന്നാൽ മതിയാ? ഓക്കെ. ഇത് കുറച്ചുകൂടെ പൊക്കമുള്ള സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. താഴത്തെ കാഴ്ച നല്ല അടിപൊളിയാണ്. രാവിലെ പോണാണ്ടില്ലേ? ബാക്ക് ക്യാമറ എടുക്കാനേ ഒരു വകുപ്പില്ല. അല്ലെങ്കിൽ ബാക്ക് ക്യാമറ കാണിച്ചു തരുമായിരുന്നു. അയ്യോ ഈ സാധനം ഒന്ന് അടിച്ച് നമ്മൾ പേടിച്ചു പോകും കേട്ടോ. പെട്ടെന്ന് ഈ മുകളിലുള്ള
പിടിച്ച് വലിക്കുന്നത്. ഓക്കെ, അങ്ങനെ സംഭവം അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ഇനിയിപ്പോ നേരെ മുകളിൽ പോയി കയറണം, ഇത് അഴിച്ചു മാറ്റണം. രാവിലെ എങ്ങനെ ഉണ്ടായിരുന്നടാ സംഭവം? നല്ല അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. സിപ്പ് ലൈൻ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 900 മീറ്റർ എന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, സംഭവം നല്ല അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ബാക്കിൽ കണ്ടില്ലേ, ഇവിടെ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണേ, നല്ല അടിപൊളി സംഭവം. നമ്മൾ അവിടെ നിന്നില്ലേ, അവർ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേടിച്ച് നിൽക്കുകയായിരുന്നു കയറാൻ പഠിച്ചിട്ട്. സത്യം പറഞ്ഞാൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, കഴിഞ്ഞ എല്ലാം സേഫ്റ്റി മെഷേഴ്സും ഇവർ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ എൻ്റെ ആണെങ്കിൽ ഫോൺ അല്ലാതെയാണ് കൈ ഇരിക്കണത്. സംഭവം പിടിവിട്ട് കഴിഞ്ഞാൽ ഫോണ് പോയി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവരുടെ ഗോപ്രോ ആകുമ്പോൾ സംഭവം ഒരു കയറ് കെട്ടി ഇവർ തരണുണ്ട്. അയ്യോ, സംഭവം പടി കയറി വന്നുകൊണ്ടാണ് കിതക്കുന്നത് കേട്ടോ. ഓക്കെ ഭയ്യ, നമ്മുടെ സിപ്പ് ലൈൻ കഴിഞ്ഞിട്ടേ രാഹുലിൻ്റെ സേഫ്റ്റി ബെൽറ്റൊക്കെ അഴിച്ച് മാറ്റിയാണേ. അപ്പം ഇനി എൻ്റെ ബെൽറ്റും അഴിച്ച് മാറ്റണം. അത് നമ്മൾ രാവിലെ വീഡിയോ എടുക്കാം. കളിയാ ജസ്റ്റ് നിർത്താം. പുള്ളിക്കാരൻ്റെ വീട് UP-യിലാണേ, UP-ക്കാരാണ് ഇതാ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത. ഇല്ലടാ രാവിലെ ഈ ഒരു ഭാഗം മുഴുവൻ മഞ്ഞുമല. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് അറിഞ്ഞൂടാ. സംഭവം ഇതിൽ കയറേണ്ടത് തന്നെയാണ് കേട്ടോ. कैसे एंजॉय कैसा रहा भैया? ഇവര് നമ്മളവിടെ ഉണ്ടായിരുന്നേ കേട്ടോ, താഴെ വെച്ചിട്ട്. भाई आपका घर किधर है भैया? राजस्थान. ओ राजस्थान. कैसे है इधर? अच्छा है. ദാ നിതിന് മിക്കി വരണുണ്ട്. ആരുടെ തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അപ്പൊ രാജസ്ഥാനിലുള്ള ആൾക്കാരാണ് കേട്ടോ ഇവരെല്ലാവരും. അപ്പോ എന്റെ ചാനലെടുത്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ധന്യവാദ് ഭയ്യ, ധന്യവാദ്. ഓക്കെ ബൈ. എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് ചോദിക്കാം. എന്തായാലും എന്റെ രാഹുലിന്റെ യാത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ, ഇവരുടെ 2 യാത്ര മിസ്സായി പോയി. എങ്ങനെ ഉണ്ടായിരുന്നടാ അളയാ സിപ്പ് ലൈൻ? ഒരു രക്ഷയില്ല ഇല്ലേ? നിങ്ങൾ ആരെയും പേടിച്ചോ എപ്പോഴെങ്കിലും? ഇല്ലല്ല. അതിന് ഫോട്ടോ എടുക്കാൻ കാര്യം എന്താന്ന് പറയട്ടോ, നമ്മൾ ഓൾറെഡി ആദ്യമേ അങ്ങ് പോയി, അതുകൊണ്ടാണ് ഇവരുടെ വീഡിയോ കിട്ടാത്തത്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ അടിപൊളി വിഷ്വൽസാണ് വരുന്നത്, മഞ്ഞുമലയുടെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ഫോർ നൗ, ബൈ ബൈ.